ഉണ്ട്. ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ. പ്രിയപ്പെട്ട ഡിവിഷൻ കുടുംബാംഗങ്ങളെ, പുലരിയുടെ ആദ്യ വെളിച്ചം ജനലിലൂടെ മുറിയിലേക്ക് കടന്നു വരുമ്പോൾ പ്രതീക്ഷയും സ്വപ്നങ്ങളും കൂടിയാണ് കൊണ്ടുവരുന്നത്. അത്തരമൊരു മനോഹരമായ പ്രഭാതത്തിൽ വാക്കുകൾക്ക് ജീവനും ഗസലുകൾക്ക് ഹൃദയവും നൽകുന്ന ഒരാളെ നമുക്കിടയിലേക്ക് സ്വാഗതം ചെയ്യാൻ കഴിയുന്നത് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്നതാണ്. വാക്കുകൾ വെറും അക്ഷരങ്ങളുടെ നിരയല്ല, ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വിവർത്തനമാണ്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി എല്ലാ ദിവസവും നടത്തിവരുന്ന ഡിവിഷൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ അതിഥി ഷബീർ രാരങ്ങോത്ത്, നന്മണ്ടയുടെ മണ്ണിൽ നിന്ന് ഉയർന്നു വന്ന വാക്കുകളുടെ സൗന്ദര്യം ജീവിതമാക്കിയ എഴുത്തുകാരൻ, കോഴിക്കോട് കേന്ദ്രമായുള്ള ഒരു വാരികയുടെ പത്രാധിപർ, കേരള ഗസൽ ഫൗണ്ടേഷന്റെ സ്ഥാപകരിൽ ഒരാളും നിലവിലെ ജനറൽ സെക്രട്ടറിയുമാണ്. ഗസൽ പ്രണയാക്ഷരങ്ങളുടെ ആത്മഭാഷണം എന്ന ആധികാരിക പഠന ഗ്രന്ഥത്തിന്റെ രചയിതാവും ഗസലുകളുടെ ആഴങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന വരി ആഴം എന്ന വീഡിയോ പരമ്പരയുടെ അവതാരകനും കൂടിയാണ് അദ്ദേഹം. ഇന്നത്തെ അദ്ദേഹം സംസാരിക്കുന്ന വിഷയം ഗസൽ വഴികളും ആഴങ്ങളുമാണ്. ഗസൽ എന്നത് പ്രണയത്തിന്റെ ഭാഷ മാത്രമല്ല, വിരഹത്തിന്റെ, പ്രതീക്ഷയുടെ, ജീവിതത്തിന്റെ, മനുഷ്യഹൃദയത്തിന്റെ ഏറ്റവും നേർത്ത സ്പന്ദനങ്ങളുടെ ഭാഷ കൂടിയാണ്. ഓരോ ഷെയറും ഒരായുസിന്റെ അനുഭവം ചുരുക്കി എഴുതിയ ഒരു കവിത കൂടിയാണ്. നിന്റെ ഓർമ്മകളുടെ വെളിച്ചം എന്നോടൊപ്പം നിലനിർത്തട്ടെ. ജീവിതത്തിന്റെ സന്ധ്യ ഏത് വഴിയിലാണ് നമ്മെ തേടിയെത്തുക എന്ന് ആർക്കറിയാം. ഈ ഷെയറോടുകൂടി ഇന്ന് ഗസലിന്റെ വഴികളിലൂടെയും അതിന്റെ ആഴങ്ങളിലൂടെയും നമ്മെ കൈപ്പിടിച്ചു നടത്താനെത്തുന്ന പ്രിയപ്പെട്ട ഷബീർ സാറിന് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുകയാണ്. ഒപ്പം ന്യൂസിയ മാം, മുനീർ സർ, നമ്മുടെ പ്രിയപ്പെട്ട പങ്കാളികൾ, പാർട്ടിസിപ്പൻസ് എല്ലാവരെയും ഇന്നത്തെ ഡിവിഷനിലെ സ്നേഹവും ആദരവും നിറഞ്ഞ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു സർ. പ്രിയം നിറഞ്ഞവരെ, ഇങ്ങനെ ഒരു പുലരിയിൽ കുറഞ്ഞ സമയം ഗസലിനെ കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കാക്കക്കൂട്ടിൽ കുയിൽ മുട്ടയിടുന്ന കഥ പറയാറുണ്ട്. ഗസലിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഒരു കുയിലിൻ്റെ കൂടാണെന്നാണ്. അതിൽ വല്ലപ്പോഴും ഒരു കാക്ക മുട്ടയിട്ടാൽ അതിൽ അത്ഭുതം കൂടുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഏറെ അകന്നിട്ടാണ് ഗസലിനെ കുറിച്ച് പൊതു മലയാളികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ധാരണ. വല്ലപ്പോഴും മാത്രമാണ് യഥാർത്ഥ ഗസലുകളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കാറുള്ളത്. ഗസൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തബലയും ഒരു ഹാർമോണിയവും അകമ്പടി വെക്കുന്ന ആലാപന രീതിയാണ് എന്നുള്ളതാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അത് തികച്ചും ഒരു കവിതാ രീതിയാണ്. നമുക്ക് ഭയങ്കര രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ഗസൽ കവിയുടെ സംഗതിയാണെന്ന് നമ്മുടെ ഒരു സിനിമാ ഗാനമുണ്ട്, കിസി ഷായർ കി ഗസൽ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗാനം തുടങ്ങുന്നത്. അത് എഴുതിയിട്ടുള്ളത് ജാവേദ് അക്തറാണ്. അദ്ദേഹം അത് കൃത്യമായി അടയാളപ്പെടുത്താൻ വേണ്ടി തന്നെ പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊരു കവിയുടെ ഗസലാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഗസൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാമെന്നാണ് വിചാരിക്കുന്നത്. 5-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ നാടുകളിൽ ഉണ്ടായിരുന്ന ഒരു കവിതാ രീതിയുണ്ട്, കസീദ എന്ന് പറയും. ഭയങ്കര രസമാണ്. കാരണം പ്രൈസിങ് ആണ് ഇതിൻ്റെ ഒരു ഉള്ളടക്കം. അതായത് രാജാവാണെങ്കിൽ, പ്രവാചകനാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വല്ല ഉന്നത സ്ഥാനത്തുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പുകഴ്ത്തി സംസാരിക്കുക, അത് കവിതയുടെ രീതിയിൽ അവതരിപ്പിക്കുക. ഇതായിരുന്നു കസീദ. അപ്പൊ ഈ കസീദയുടെ പ്രത്യേകത ഉണ്ടല്ലോ, ഇപ്പൊ എന്നെ പുകഴ്ത്തി സംസാരിക്കുന്നത് എനിക്കേ ഇഷ്ടപ്പെടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ രാജസദസ്സുകളിലൊക്കെ അത് അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കാൻ വിധിക്കപ്പെട്ട കുറെ ആളുകൾ ഉണ്ടാവും. വേറെ നിവൃത്തിയില്ല, രാജാവിന്റെ പ്രീതി സമ്പാദിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളുകളെയും കവിതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കവികളുടെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിനവർ കണ്ടുപിടിച്ച ഒരു മാർഗം കസീദയെ 3 പാർട്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ പാർട്ട് നസീബ് എന്ന് പറയും, രണ്ടാമത്തത് റാഹിൽ എന്ന് പറയും, മൂന്നാമത്തത് ഈ കസീദയുടെ എന്താണോ ഉദ്ദേശം ആ ഉദ്ദേശം വിവരിക്കുന്ന ഒരു പാർട്ട്. അപ്പൊ ഇതിൽ നസീബ് എന്ന് പറഞ്ഞത് ആളുകളെ കവിതയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി മാത്രം രൂപപ്പെടുത്തിയിട്ടുള്ള സംഗതി, കൃത്യമായും പ്രണയം മാത്രം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാവ്യരീതിയായിരുന്നു നസീബ്.
അതിൽ പ്രണയം പറയുന്ന ഈരടികളാണ് ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നീട് റാഹിൽ എന്ന് പറയും. റാഹിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ഈ കവിത അവതരിപ്പിക്കുന്നതിൽ ഞാൻ കുറേ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ കവിതയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അവതരണം. അതാണ് യഥാർത്ഥത്തിൽ റാഹിൽ. അപ്പൊ ഈ നസീബ് എന്ന് പറയുന്നത് പൂർണ്ണമായും പ്രണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാവ്യരീതിയായിരുന്നു. അത് ഈരടികളായിട്ട് 10, 15, 20 ഈരടികളായിട്ട് അതങ്ങനെ നിലനിന്ന് പോയിരുന്നു. അപ്പൊ ഈ ഈരടികളെ പിന്നീട് കസീദയിൽ നിന്ന് മോചിപ്പിച്ച് അത് ഒറ്റക്ക് നിലനിൽപ്പുള്ള ഒരു കാവ്യരീതിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അതാണ് ഗസൽ എന്ന് പറയുന്നത്. അറബി ഭാഷയിലാണ് അതിൻ്റെ ഉത്ഭവം. ഇത് പിന്നീട് അറേബ്യൻ നാഗരികതയുടെ വികസനത്തിനനുസരിച്ച് പല നാടുകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൊസറബിക്, അതായത് സ്പാനിഷിലുള്ള അറബ് ലിപിയിൽ എഴുതുന്ന ഭാഷ, അതായത് നമ്മുടെ ഇവിടെ അറബി മലയാളം എന്ന് പറയുന്നത്, അതുപോലെ സ്പാനിഷ് ലിപിയിൽ സ്പാനിഷ് ഭാഷ അറബി ലിപിയിൽ എഴുതുന്ന ഒരു ഭാഷയാണ് മൊസറബിക്. മൊസറബിയിലേക്ക് ചെല്ലുന്നുണ്ട്, ഫ്രഞ്ചിലേക്ക് ചെല്ലുന്നുണ്ട്, ഇംഗ്ലീഷിലേക്ക് അത് എഴുതുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ കടന്നു ചെന്നിട്ട് അവസാനം പേർഷ്യൻ ഭാഷയിലേക്ക് ചെല്ലുന്നുണ്ട്. പേർഷ്യൻ ഭാഷയിൽ വെച്ചിട്ട് ഈ ഗസലിന് കുറേ രൂപങ്ങൾ പുതുതായിട്ട് കടന്നു വരികയാണ്. അങ്ങനെയാണ് അത് ഈരടികളായിട്ട് എഴുതപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഈരടികളായിട്ട് എഴുതപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഷേർ എന്നാണ് അതിന് പറയാം, നമ്മൾ ഒറ്റ വാക്കിൽ പറയും. അപ്പൊ ഈ ഷേറുകളായിട്ട് എഴുതപ്പെടുന്നു. ഈ ഷേറിനൊക്കെ ഒറ്റക്ക് നിലനിൽപ്പുണ്ട്. അതിങ്ങനെ ഒന്നിന്ന് എടുത്തിട്ട് വേറൊരുത്തിൽ ഒറ്റക്ക് നിർത്തിയാലും അത് സ്വന്തം ഒരു കവിതയാണ്. അത് ഒരു വലിയ കവിതയുടെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ സ്വന്തമായി അസ്തിത്വമുള്ള ഒന്നായിട്ട് മാറും. ഇതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഈ ഷേറുകളൊക്കെ ഒന്നിച്ച് നിർത്തുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എൻഡിങ് വേർഡാണ്. ഒരേ വാക്കുകൊണ്ട് ഈ ഈരടികൾ അവസാനിക്കും, ഒരേ വാക്ക്. അപ്പൊ അതില് ഒരേ പ്രാസമല്ല, ഒരേ വാക്ക് തന്നെ. ആ വാക്കിന് തൊട്ടു മുമ്പ് ഒരേ പ്രാസ ആവർത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ റിപ്പീറ്റിംഗ് വേർഡിനെ റദീഫ് എന്നും അതിന്റെ തൊട്ടു മുമ്പുള്ളതിനെ കാഫിയ എന്നും പറയും. പിന്നെ ഇത് ഒരേ മീറ്ററിലായിരിക്കും. ഈ ഷേറുകൾ ഒന്നാം വരിയും രണ്ടാം വരിയും ഒരേ മീറ്ററിലായിരിക്കും. പിന്നെ അതേപോലെ ഇതിനൊരു പ്രത്യേകമായ തീം ഉണ്ടായിരിക്കും. ആ തീം എന്ന് പറയുന്നത് ലോങ്ങിങ്, കാത്തിരിപ്പ് എന്നുള്ളതായിരിക്കും. അപ്പൊ ഈ കാത്തിരിപ്പ് എന്നുള്ള തീം ആദ്യകാലത്ത് പ്രണയവുമായി ബന്ധപ്പെട്ട ആ ഒരു കാത്തിരിപ്പ് മാത്രമായിട്ടായിരുന്നു പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അതിന് വിശാലമായ ഒരു ക്യാൻവാസിലേക്ക് അത് വരക്കുന്നുണ്ട്. പ്രണയത്തിൽ നിന്നത് സഞ്ചരിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് മാറുന്നുണ്ട്. ദൈവിക അടുപ്പത്തിന്റെ കാര്യത്തിലേക്ക് അത് ചെന്നെത്തുന്നുണ്ട്. അങ്ങനെ പല രീതിയിലേക്കും ഈ കാത്തിരിപ്പ് നീളുന്നുണ്ട്. അപ്പൊ ഇത് ഗസലുകൾക്ക് അതാത് കാലങ്ങളിൽ, അത് കടന്നുപോയിട്ടുള്ള കാലങ്ങളുടെ നാടുകളുടെ സവിശേഷതക്കനുസരിച്ച് ആ ക്യാൻവാസ് അങ്ങനെ വളർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതി. അപ്പം ഈ ഗസലുകൾ ഇങ്ങനെ ചെന്നെത്തി ഏറ്റവും അവസാനം 12ാം നൂറ്റാണ്ടോട് കൂടി മാത്രമാണ് ഇന്ത്യയിലേക്ക് അത് വരുന്നത്. ഇന്ത്യയിൽ അമീർ ഖുസ്രു ആണ് ആദ്യമായി ഒരു ഗസൽ ഇന്ത്യയിൽ വെച്ചിട്ട് എഴുതുന്നത്. അത് പേർഷ്യൻ കലർന്ന ബ്രിഡ്ജ് പോലുള്ള ഭാഷകൾ കലർന്നിട്ടുള്ള ഒരു പ്രത്യേക ഭാഷയിലാണ് ആ ഗസൽ എഴുതുന്നത്. പിന്നീട് ഗസലുകൾ പല രീതിയിൽ ഇവിടെ സഞ്ചരിക്കുകയുണ്ടായി. അതിൽ പ്രത്യേകമായിട്ടും ഇന്ത്യൻ ഭൂഖണ്ഡങ്ങളിൽ 18ാം നൂറ്റാണ്ടിന്റെ ഏകദേശം ആ സമയം വരെയൊക്കെ പേർഷ്യൻ ഭാഷയിലാണ് ഗസലുകൾ കൂടുതൽ എഴുതിയിട്ടുള്ളത്. അതിനിടക്കാണ് വലി ദക്രി എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം ഡെക്കാൻ ഭാഗത്ത് നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നത്. കുലി കുത്തുബ് ഷായുടെ ഒരു പിന്നണിക്കാരനായിട്ട് വന്നിട്ടുള്ള ആളാണ്. അദ്ദേഹം ഗസലുകളെ ഉറുദുവിൽ, അതായത് ഡെക്കൻ ഭാഷ കലർന്ന ഉറുദുവിൽ എഴുതിയിട്ടുള്ള ആളാണ്. അദ്ദേഹം പിന്നെ ഡൽഹിയിലേക്ക് ചെല്ലുന്നു. ഡൽഹിയിൽ പക്ഷേ മുഴുവനായിട്ട് പേർഷ്യൻ ഭാഷയുടെ ഒരു അതിപ്രസരം ഉണ്ട്. ആളുകൾ സംസാരിക്കുന്നത് ഉറുദുവിലാണ്, പക്ഷെ അവിടെയുള്ള കാവ്യഭാഷ പേർഷ്യനായിരുന്നു. പേർഷ്യൻ അല്ലാതെ ഒരു ഗസൽ എഴുതുക എന്ന് പറയുന്നത് അവർക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് അംഗീകരിച്ചിരുന്നില്ല. കാരണം നല്ല ഭാഷയിൽ ഒരു നല്ല മനോഹരമായ രീതിയിൽ ഗസലുകൾ എഴുതാൻ പേർഷ്യനിൽ മാത്രമേ സാധിക്കൂ എന്നാണ് അവർ വിചാരിച്ചു വെച്ചത്. പക്ഷെ വലി ദക്കിനി, അത് വലി മുഹമ്മദ് വലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വലി ദക്കിനി ഈ ദില്ലിയിൽ എത്തുകയും ദില്ലിയിൽ 2-3 മുഷായറകളിൽ
ഈ ഗസലുകൾ അവതരിപ്പിക്കാനുള്ള അവസരം തേടുകയും ചെയ്യുന്നുണ്ട്. മുഷായറ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാവുന്ന സംഗതിയായിരിക്കും, കവിയരങ്ങാണ്. അവിടെ ഉത്തരേന്ത്യയിലൊക്കെ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്ന ഒരു കാവ്യ അവതരണ രീതിയാണ്. ഗസലുകൾ അങ്ങനെയാണ് അവതരിപ്പിച്ചിരുന്നത്. കവിയരങ്ങുകൾ, രാജസദസ്സുകൾ, ഇവിടെയൊക്കെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ദില്ലിയിലെ കവിയരങ്ങുകളിൽ ഗസൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസരത്തിന് വേണ്ടി വലീദ് ദക്കനി ചെല്ലുന്നുണ്ട്. പക്ഷെ പരിഹസിച്ചു വിടുകയാണ്. ഈ ദക്കൻ ഉറുദുവിൽ നീ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തുക ചെയ്യുന്നത്. പക്ഷെ ഒരു 3-4 വട്ടം ഇങ്ങനെ പിന്നെയും വന്ന് അവസരം ചോദിക്കുന്ന ഒരാളെ ഒന്ന് കയറ്റിവിടാം എന്നുള്ള നിലക്കാണ് ഒരു മുഷായറയിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നത്. പക്ഷെ അതൊരു ചരിത്രമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നീട് ഉറുദു ഭാഷയിൽ ഗസലുകൾ എഴുതാൻ എന്ന് ദില്ലിയിലുള്ള ആളുകൾക്ക്, ദില്ലിയിലുള്ള കവികൾക്ക് മനസ്സിലാക്കി കൊടുത്ത ഒരു മുന്നേറ്റമായിട്ട് അത് മാറി. വലീദ് ദക്കനിയുടെ ആ അവതരണത്തോടുകൂടി പേർഷ്യൻ ഭാഷയോടുകൂടി ഉറുദു കൂടെ ചേർത്തുകൊണ്ട് കവിതകൾ എഴുതി തുടങ്ങി. പിന്നീട് ഉറുദുവിന് കൂടുതൽ പ്രാമുഖ്യം വരുന്ന രീതിയിൽ കവിതകൾ മറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഈ ഗസലുകൾ എന്തുകൊണ്ടാണ് ഇത്രയും ഫേവറേറ്റ് ആയി നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഇത് 2 കാര്യമാണ്. ഒന്ന്, കവിയെ സ്വന്തം അടയാളപ്പെടുത്തുന്ന ഒരു ഈരടി ഇതിൽ രചിച്ചു വെക്കുന്നുണ്ട്. അതിനെയാണ് മഖ്ത എന്ന് പറയാം. കൊയ് ഉമ്മീദ് ഭർ നഹി ആത്തി, കൊയ് സൂരത്ത് നസർ നഹി ആത്തി. ഗാലിബിന്റെ ഒരു വളരെ പ്രസിദ്ധമായ എന്നാൽ വളരെ സിമ്പിളായ ഒരു ഗസലിന്റെ തുടക്കമാണത്. തുടക്കത്തിന് മത്ല എന്ന് പറയും, തുടക്കമാണ്. അതിന്റെ പിന്നെ എൻഡിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നൊരു ഒരു ഷെയറുണ്ട്, ഒരു ഈരടി ഉണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ പേര് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈരടി ഞാൻ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല. അതിൽ അദ്ദേഹം ചോദിക്കുന്നത്, എനിക്ക് ഈ കാബയെ, അതായത് ഈ പള്ളിക്ക് നേരെ മുഖമുയർത്തി നിൽക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് ഗാലിബ്? നാണക്കേടൊന്നും തോന്നുന്നില്ലേ എന്നുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അവിടെ ഗാലിബ് എന്നുള്ള പേര്, അദ്ദേഹത്തിന്റെ പെന്നെയും തഖല്ലുസ് എന്ന് പറയും, അത് അവിടെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു. അപ്പോ അവിടെ ഗാലിബിനോട് തന്നെ സംസാരിക്കുന്നതായിട്ടുള്ള ഒരു ആത്മകഥം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു. അപ്പൊ ഈ ഇത്തരമൊരു രീതി, കവിയെ സ്വയം അടയാളപ്പെടുത്തുന്ന, അതിന്റെ ആധിപത്യം കവിക്കാണ് എന്ന് സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു ഈരടി അതിൽ കാണാം എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തത്, ഈ ഈരടികൾക്ക് ഒരേ മീറ്ററിലാണ് രചിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം പെട്ടെന്ന് സംഗീതത്തെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ഒരേ മീറ്ററിൽ രചിക്കപ്പെടുന്ന ഒരു പദ്യം, ഒരു കവിത, അത് കമ്പോസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗസലുകൾ കൂടുതൽ പോയറ്റിക് ആവുന്നതോടൊപ്പം മ്യൂസിക്കലുമായി മാറുന്നുണ്ട്. സംഗീതത്തിൽ ഇവിടെ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഇന്ത്യയിലെ ഉറുദു ഭാഷ പ്രചാരമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ടുള്ളത് ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഹിന്ദുസ്ഥാനി സംഗീതത്തോടൊപ്പം ചേർന്നിട്ടാണ് ഗസൽ ആലാപന ശൈലിയിലേക്ക് വളരുന്നത്. ഗസൽ കവിതാരൂപമാണെന്ന് പറഞ്ഞല്ലോ, ഈ കവിതാരൂപത്തെ ആലപിക്കുന്ന രീതിയെ ഗസൽ ഗായകി എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ഗസൽ ഗായകിക്ക് കളറ് കൊടുക്കുന്നത് ഹിന്ദുസ്ഥാനി ആയിരുന്നു. അത് ഹിന്ദുസ്ഥാനിയിൽ മാത്രമേ പാടാൻ പറ്റുമെന്നൊന്നുമില്ല, പക്ഷെ ഹിന്ദുസ്ഥാനി സംഗീതത്തോട് ചേർന്നിട്ടാണ് ഈ ഗസൽ വളരുന്നത്. അപ്പം ആദ്യകാലത്ത് ഇപ്പം ഗസലിന്റെ കാവ്യപരമായ ശൈലി പറഞ്ഞതുപോലെ തന്നെ, ആ ഖസീദയോടൊപ്പം വളർന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ, ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് ആലാപന രീതികൾക്ക് മുൻപിൽ, അതായത് തുമ്രി പോലുള്ള ആലാപന രീതികൾക്ക് മുൻപിൽ ഇൻട്രൊഡക്ടറി ആയിട്ടായിരുന്നു പണ്ട് ഗസലുകളെ അവതരിപ്പിച്ചിരുന്നത്. ആ തുമ്രിയുടെ ഒരു സ്റ്റൈലുണ്ട്, ഭയങ്കര നീട്ടിപ്പടുത്തി പിന്നെയും റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് ആ 2ാം വരിയിലേക്ക് ഇടുന്ന ഒരു ശൈലിയാണ് തുമ്രിക്കുള്ളത്. ആകെ 4-5 വരി ഉണ്ടെങ്കിൽ അവർ 10-20 മിനിറ്റ് അത് പാടും. അപ്പൊ ആ തുമ്രിയുടെ ഇൻട്രൊഡക്ടറി ആയിട്ട് ഗസലുകൾ അവതരിപ്പിക്കുമ്പോൾ തുമ്രിയുടെ അതേ ശൈലി തന്നെ ഗസലുകളുടെ അവതരണത്തിലും ഉണ്ടായിരുന്നു. ബീഗം അക്തറിനെ പോലുള്ള ആളുകൾ അത്തരം ശൈലി പിന്തുടരുന്ന ആളുകളാണ്. പിന്നീട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ടാകുന്നത് മെഹദി ഹസൻ എന്ന് പറയുന്ന ഒരു പ്രതിഭ ഗസൽ ഗായകിയുടെ ശാഖയിലേക്ക് കടന്നു വരുമ്പോഴാണ്. അദ്ദേഹം സിനിമാ ഗാനങ്ങൾ പാടിക്കൊണ്ടാണ് തുടങ്ങുന്നത്. പക്ഷെ റേഡിയോ പാകിസ്ഥാനിലുള്ള അദ്ദേഹത്തിന്റെ ഇടപെടൽ മൂലമാണ് അദ്ദേഹത്തിന് ഗസലുകളോട് പ്രിയം ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹം ഗസലുകൾ അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. ഓരോ വാക്കിനെ എടുത്ത് ആ വാക്ക് നല്ലപോലെ താലോലിച്ച് അത് ആവശ്യപ്പെടുന്ന ഭാവങ്ങൾ
അതിന് കൊടുത്തുകൊണ്ട് അത് ആലപിക്കുന്നു. ഇപ്പം ദർദ് വരുന്നിടത്ത് ആ ദർദ് അങ്ങനെ വരും. കൃത്യമായിട്ട് വേദന നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിക്കും. വിഷാദം വേണ്ടെടുത്ത് വിഷാദം കയറിച്ചിട്ടും, സന്തോഷം വേണ്ടെടുത്ത് സന്തോഷം കയറിച്ചിട്ടും, അങ്ങനെ ഒരു അവതരണ രീതി, ഒരു 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 സ്വന്തമായുള്ള ഒരു അവതരണ രീതി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തു. ഖയാൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു അവതരണമാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് ഗസലിനെ മാറ്റുകയാണ് മെഹദി സാബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ചാണ് പിന്നെ ഗസൽ ഗായകയുടെ കാര്യത്തിൽ പിന്നീട് സംഭവിക്കുന്നത്, ഇന്ത്യയിൽ വെച്ച് സംഭവിക്കുന്നത്. അപ്പോൾ ഉറുദു ഭാഷയിൽ മാത്രമാണോ ഗസലുകൾ ഉള്ളത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിൽ പല ആളുകൾ പലതിനെയും ഗസലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം തന്നെ വാവക്കൊരു പാട്ട്, പിന്നെ സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്, ആ പാട്ട് തബലയും ഹാർമോണിയവും വെച്ച് കഴിഞ്ഞാൽ അത് ഗസലാണ്. അല്ലെങ്കിൽ ചില ആളുകൾ തന്നെ കുറച്ചുകൂടെ കടന്നുകൊണ്ട് അതൊരു ഗസലാക്കി പാടാം എന്നുള്ള രീതിയിലൊക്കെ പറയാറ്. പക്ഷെ അങ്ങനെ ഗസലാക്കൽ മ്യൂസിക്കലി നടക്കുന്ന സംഗതിയല്ല. അത് കൃത്യമായും അതിന്റെ വരിയിൽ കിടക്കുന്ന ഒരു പ്രത്യേകതയാണ്. അത് അങ്ങനെ വിവരിച്ചു പോകാൻ ഈ ഒരു ചെറിയ സമയം കൊണ്ട്, അതേപോലെ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സാധ്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാം. പക്ഷെ ശരിക്കുള്ള ഗസലുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉമ്പായിക്ക് അടയാളപ്പെടുത്തേണ്ട ഒരു മനുഷ്യനാണ്. ഉമ്പായിക്ക വളരെ സീരിയസ് ആയിട്ട് ഗസലുകളെ മലയാളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അദ്ദേഹം ഉറുദു ഗസലുകൾ, ഹസ്രത്ത് ജയ്പൂരിയുടെ ഉറുദു ഗസലുകൾ, അതേപോലെ വേറൊരു ആളുണ്ട് ഇന്ത്യൻ നേവിയിൽ കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നില്ല. അവർ രണ്ടുപേരുടെയും ഗസലുകളെ, ഉറുദു ഗസലുകളെ അദ്ദേഹം ഒരു ആൽബം ആക്കിയിട്ട് പുറത്തിറക്കുന്നുണ്ട്. ഗസൽ എന്താണ് എന്ന് തനിക്ക് അറിയാമെന്ന് അടയാളപ്പെടുത്തുകയാണ് ഉമ്പായിക്ക ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് മലയാളത്തിൽ ഈ ഒരു ഗസലിനെ പുറത്തിറക്കാൻ അദ്ദേഹം പണിപ്പെട്ട് നടക്കുന്നുണ്ട്. പല കവികളെയും, ONV അടക്കം, യൂസുഫ് അലി കേച്ചേരി അടക്കം, സച്ചിദാനന്ദൻ അടക്കം, പ്രദീപ് അഷ്ടമിച്ചിറ പോലുള്ള ആളുകളടക്കം അദ്ദേഹം സമീപിക്കുന്നുണ്ട്. പക്ഷെ ഒരു വലിയ ഒരു ദൗർഭാഗ്യകരമായ സംഗതി എന്ന് പറയുന്നത് അവരൊക്കെ കവിത എഴുതി കൊടുത്തു, പക്ഷെ അതൊന്നും ഗസലുകളായി മാറിയില്ല എന്നതാണ്. ചിലതൊക്കെ ഗസലുകളിലേക്ക് ഇങ്ങനെ വഴി നടന്നു. അദ്ദേഹം ഈ ഒരു ടാസ്കുമായി മുന്നോട്ട് ചെന്നപ്പോൾ വേണു വിദേശം എന്ന് പറഞ്ഞ ഒരാളാണ് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാമെന്നുള്ള നിലക്ക് ആദ്യമായി അതിലേക്ക് ഇടപെടുന്നത്. അദ്ദേഹം ഗസലുകളുടെ പ്രത്യേകത, ഈ പറഞ്ഞ ഷേർ, റദീഫ്, കാഫി, മത്ല, മക്ത പോലുള്ള സംഗതികൾ വെച്ചുകൊണ്ട് ഗസൽ എഴുതാൻ ശ്രമിച്ചു. മക്തയിലേക്ക് എന്തായാലും അത് ചെന്നില്ല. പക്ഷേ ഈ കാഫിയും റദീഫും ഒക്കെ പാലിച്ചുകൊണ്ടുള്ള ഈരടികളുടെ എഴുത്ത് ഒന്നോ രണ്ടോ ഈരടികളിൽ മാത്രമായി ഒതുങ്ങുകയും ബാക്കി 2 3 എണ്ണത്തിലോ ഇത് പാലിക്കാൻ കഴിയാതെ വരികയും ചെയ്തു. അങ്ങനെ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള ഗസൽ പിറക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉമ്പായിക്ക കിണഞ്ഞു ശ്രമിച്ചിട്ട് പോലും അത്തരമൊരു പടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാതെ വരികയാണ് ചെയ്തത്. പിന്നീട് ഒരു ആക്സിഡന്റൽ എൻട്രിയാണ് ഗസലിന് മലയാളത്തിൽ ഉണ്ടാകുന്നത്. അത് ആക്സിഡന്റൽ എന്നുള്ള വളരെ മനഃപൂർവ്വം ഉപയോഗിച്ചൊരു വേർഡാണ്. ഷഹബാസ് അമൻ എന്ന് പറയുന്ന സിംഗർ നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ദ സോൾ ഓഫ് അനാമിക ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ആൽബം ഇറക്കുന്നുണ്ട്. ആ ആൽബത്തിൽ ഒരു ഒരു പാട്ടുണ്ടായിരുന്നു, സജിനി ഇനി വേറെയായി കഴിയുന്നതാണ് വേദന, പനിനീര് കാക്കും ഉള്ളിലോ പരിഹാസമാണ് വേദന എന്ന് തുടങ്ങുന്ന ഒരു പാട്ട്. പക്ഷെ ആ പാട്ടിന്റെ പ്രത്യേകത അങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിന്റെ എല്ലാ വാക്കുകളും എൻഡ് ചെയ്യുന്നത് വേദന എന്ന് പറയുന്ന വാക്കിലാണ്. എല്ലാ ഇരടിയും എൻഡ് ചെയ്യുന്ന വേദന എന്നുള്ള വാക്കിലാണ്. ഈ വേദന എന്നുള്ള വാക്കിന്റെ തൊട്ടു മുമ്പ് പരിഹാസമാണ് എന്ന് ആണ് എന്നുള്ള പ്രാസം റിപ്പീറ്റ് ചെയ്യുന്നത് കാണാം. ഒരു ഗസലിന് വേണ്ട എല്ലാ നിയമ സംഗതികളും പാലിച്ചുകൊണ്ടുള്ളൊരു സംഗതി. പക്ഷെ അതിന്റെ മത്തിലയിൽ മാത്രം ചെറിയൊരു മീറ്ററിന്റെ പ്രശ്നമുണ്ട്, ഒരേ മീറ്ററിലാവുക എന്നുള്ളതിന്റെ പ്രശ്നമുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തിയാൽ വളരെ മനോഹരമായി ഒരു ഗസലിനോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു സംഗതി. അതിലേക്കൊരു ഒരു മക്ത കൂടെ വന്നാൽ, ഒരു എൻഡിങ് കൂടെ വന്നാൽ അത് കറക്റ്റ് ആവും. അങ്ങനെ ഒരു സംഗതി അദ്ദേഹത്തിന്റെ സുഹൃത്ത് കബീർ ഇബ്രാഹിം ചൂണ്ടിക്കാണിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഇത് ഗസലാക്കി മാറ്റാനുള്ള ഒരു പ്രചോദനം അവിടെ നിന്നാണ് കിട്ടുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു മക്ത അതിനെ എഴുതി ചേർത്തു. അപാര ശോക ഭാവന, അപൂർവരാഗ കാമന, അഗാധമായ പ്രാർത്ഥന ഷഹബാസ്, അതാണ് വേദന. ഇത് ചേർത്തുകൊണ്ടാണ് അദ്ദേഹം സജിനി എന്ന് പറയുന്ന ആൽബം പുറത്തിറക്കുന്നത്. മലയാളത്തിലെ ആദ്യത്തെ അറിയപ്പെടുന്ന ഒരു ഗസൽ അവിടെയാണ് പിറക്കുന്നത്.
പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് 2000-ന് ശേഷമാണത്, 2004 ആ സമയത്താണ്. അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം ഇത്രയും കാലം 2026 ആയാലും നമുക്ക് വിരലിൽ എണ്ണിയാൽ ഒരുപക്ഷെ വിരൽ ബാക്കിയാകുന്ന തരത്തിൽ മാത്രമേ ഗസലുകൾ, യഥാർത്ഥത്തിലുള്ള അതിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന, അതിൻ്റെ സത്ത ഉൾക്കൊള്ളുന്ന ഗസലുകൾ പുറത്തിറങ്ങിയിട്ടുള്ളൂ മലയാളത്തിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലൊന്ന് പരദേശി പറവയെ പോലെ ഒരിക്കൽ കൂടെ വരുമോ നീ, പതിവ് പോലെ പകരം വീട്ടാൻ ഒരിക്കൽ കൂടെ വരുമോ നീ. ഇവിടെ ഒരിക്കൽ കൂടെ വരുമോ നീ എന്നുള്ള ഒരു പദസഞ്ചയത്തെ റദീഫായി എടുത്തുകൊണ്ട് ഗസൽ രചിച്ചിട്ടുള്ളത് വിജയ് സുർസനാണ്. അദ്ദേഹത്തിന് ആ ഗസലിനെ രമേശ് നാരായണന് സംഗീതം നൽകിയിട്ട് മൃദുമൽഹാർ എന്നുള്ള പേരിൽ പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ അപൂർവമായിട്ട് റഫീഖ് അഹമ്മദിന്റെ ഒരു 1-2 ഗസലുകളുണ്ട്. അങ്ങനെ വളരെ അപൂർവമായിട്ട് മാത്രമേ മലയാളത്തിൽ ഗസലുകൾ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ തീം യഥാർത്ഥത്തിൽ പ്രണയം തന്നെയായിരുന്നു ഇവിടെ ഇറങ്ങിയിട്ടുള്ള മലയാളത്തിലുള്ള സംഗതികളുടെ. പക്ഷെ പ്രണയമല്ലാത്ത തീമും ഗസലുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാൾ, ഒരു ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് റാഹത്ത് ഇന്ദോരി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം കോവിഡ് സമയത്താണ് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അത് മഹുവ മൈത്ര പാർലമെന്റിൽ മുഴക്കിയ ഒരു പ്രസംഗത്തിൽ മുഴക്കിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗസൽ അഗർ ഖിലാഫ് ഹേ ഹോനെ ദോ ജാൻ തോടി ഹേ എന്ന് തുടങ്ങുന്ന ഒരു ഗസലുണ്ട്. ആ ഗസലിലെ അവസാനത്തെ 2 ഈരടികൾ അത് വളരെ വിപ്ലവാത്മകമായ ഒരു സംഗതിയാണ് മുന്നോട്ട് വെച്ചത്. വളരെ വിപ്ലവാത്മകമായ സംഗതി. അവിടെ അതെങ്ങനെയാണ് ഗസലിന്റെ ഭാഗമാകുന്നതെന്ന് വെച്ചാൽ, ഈ പറയുന്ന സ്ട്രക്ചറൽ ആയിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ അതിനെ തീം വൈസ് എങ്ങനെ ഗസലിലേക്ക് ചേർത്ത് നിർത്തുന്നു ചോദിച്ചാൽ, അതിന്റെ കാത്തിരിപ്പ് യഥാർത്ഥത്തിൽ അതിന്റെ എന്താ പറയാ, ആ കാത്തിരിപ്പ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അദ്ദേഹം അതിൽ അവസാനമായി പ്രയോഗിക്കുന്ന 2 ഈരടികളുണ്ട്. അതിങ്ങനെയാണ്: ജോ ആജ് സാഹിബെ മസ്നദ് ഹെ കൽ നഹി ഹോങ്കെ, കിരായദാർ ഹെ സാഥി മക്കാൻ തോടി ഹെ. അതാണ് ഒരു ഷെയർ എന്ന് പറയുന്നത്. ഇന്ന് സിംഹാസനത്തിന്റെ ആളുകളായിരിക്കുന്ന ആളുകൾ നാളെ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർ വെറും വാടകക്കാരാണ്. അവര് നാളെ ഇവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് പറയുന്ന ഒരു ഈരടിയാണ്. പിന്നെ അതിനുശേഷം അദ്ദേഹം ഒന്നുകൂടെ തറപ്പിച്ച് പറയുന്നുണ്ട്, ഇവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് സർവ ജനങ്ങളുടെ, സർവമതസ്ഥരുടെ, സർവ രാഷ്ട്രീയ ഭിന്ന കാഴ്ചപ്പാടുകളുള്ള ആളുകളുടെ മണ്ണാണ് എന്ന് പറയുന്നൊരു സംഗതി. സബീക ഹൂൻ ഹെ ഷാമിൽ യഹാ കി മിഠി മേ കിസി കി ബാപ് കാ ഹിന്ദുസ്ഥാൻ തോടി ഹെ. എല്ലാവരുടെയും രക്തം ഈ മണ്ണിൽ ഇരിപ്പുണ്ട്, ഒരാളുടെയും. അതൊരു കുറച്ചുകൂടെ കടുത്ത പ്രയോഗമാണ് അദ്ദേഹം നടത്തുന്നത്. ഒരാളുടെയും തന്തയുടെ വകയല്ല ഈ നാട് എന്നുള്ള ഒരു പ്രയോഗമാണ് അദ്ദേഹം ആ ഗസലിൽ നടത്തുന്നത്. അങ്ങനെ പ്രണയത്തിനപ്പുറത്തേക്കും ചില കാഴ്ചപ്പാടുകളെ, ചില കാത്തിരിപ്പുകളെ അടയാളപ്പെടുത്താൻ ഗസലുകളിലൂടെ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഫൈസ് അഹമ്മദ് ഫൈസ് എന്ന് പറയുന്ന കവി നമുക്കൊക്കെ അറിയാവുന്ന ഒരു കവിയാണ്. അദ്ദേഹം പാകിസ്ഥാനിലാണ് ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടുത്തെ സിയാഉൽ സർക്കാരിനെതിരെയൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ കവിതകൾ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗസല് ഗുലോ മെ രംഗ് ഭരെ ബാദ നൗ ബഹാർ ചലേ ചലേ ഭിയാവോക്കി എന്ന് തുടങ്ങുന്ന ആ ഗസല് ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ ഒരു വളരെ രസകരമായ രീതിയിൽ പ്രണയിയോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ പിന്നെ ഈ പൂക്കളിൽ വസന്തം നിറഞ്ഞിട്ടുണ്ട്, ഇനി നീ കൂടെ വന്നു ചേർന്നാൽ എൻ്റെ ഹൃദയം വളരെ മനോഹരമായ ഒരു മലർവാടിയാകും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ഈ ഗസലിൽ കാണാം. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം അത് എഴുതുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. പെഷവാർ ഗൂഢാലോചനാ സിദ്ധാന്തം അനുസരിച്ച് ഫൈസ് അഹമ്മദ് ഫൈസിനെ ജയിലിൽ അടക്കുന്നുണ്ട്. ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആ ഗസൽ എഴുതുകയാണ്. കഫസ് ഉദാസ് ഹെ എന്നൊക്കെ ഒരു പ്രയോഗമുണ്ട്. കഫസ് എന്ന് പറഞ്ഞാൽ കൂട്. ഈ കൂട് ദുഃഖഭരിതമാണ് പ്രിയപ്പെട്ടവളെ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു ഷെയറിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജയിലിൽ വെച്ചിട്ട് അദ്ദേഹം ഈ എഴുതുന്ന സംഗതി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, ഈ പ്രിയപ്പെട്ടവൾ സ്വാതന്ത്ര്യമായി മാറിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മൾ സംസാരിക്കുക അത്തരമൊരു സംസാരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. കൃത്യമായും സ്വാതന്ത്ര്യത്തിന്റെ ദാഹം നമുക്ക് ആ കവിതകളിൽ കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെയുള്ള അഭിവാഞ്ചയെ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഗസല് ചമയ്ക്കാൻ പോലും
ഈ അന്നത്തെ കവികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ഇല്ല എന്നല്ല, ഇപ്പോഴും ജാവേദ് സാബിനെ പോലുള്ള ആളുകളൊക്കെ അത്തരം ഗസലുകൾ എഴുതുന്ന വളരെ പ്രമുഖരായ ആളുകൾ, ജാവേദ് സാബ്, ഗുൽസാർ പോലുള്ള ആളുകൾ. ഗസലിന് അങ്ങനെ ഒരു വലിയ വിശാലമായ പ്ലാറ്റ്ഫോം ആണ് നിലനിൽക്കുന്നതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കൈഫ് ഭോപ്പാലി എന്ന് പറയുന്ന ഒരു കവിയുണ്ട്. കൈഫ് ഭോപ്പാലി അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല, പക്ഷെ അദ്ദേഹം പിന്നെ വിപ്ലവകരമായ ചിന്തകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ ഒരു നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഗസലുണ്ട്, തേരാ ചെഹറ കിത്നാ സുഹാനാ ലഗ്താ ഹെ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, ജഗദീഷ് സാബിന്റെ ഒരു വളരെ മനോഹരമായ ഗസൽ. അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ഒരു ഷെയറുണ്ട്, ആഗ ക്യാ ഹെ പൽ ദോ പൽ മേ ലഗ്തി ഹെ, ബുജ്ത്തെ ബുജ്ത്തെ ഏക് സമാന ലഗ്താ ഹെ. ആഗെന്ന് പറഞ്ഞാൽ തീനാളാണ്. ഈ തീനാളത്തിന് എന്താ, അത് ഒരു നിമിഷം കൊണ്ട് ആളിക്കത്തും. പക്ഷേ അത് കത്തിത്തീരാനോ അത് കെടുത്താനോ ഒരു പക്ഷേ യുഗം വേണ്ടി വരും. ഇപ്പൊ ഈ ആളൽ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആളലിനെ കുറിച്ചാണ് അദ്ദേഹം ആ കവിതയിൽ സൂചിപ്പിക്കുന്നത്. അതിങ്ങനെ പെട്ടെന്ന് ആളിക്കത്തുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കത്തും. പക്ഷെ അത് ഒടുങ്ങി വരാൻ, അത് ഒന്ന് അണഞ്ഞു കിട്ടാൻ വളരെ സമയമെടുക്കും, യുഗങ്ങളെടുക്കും. ഹൃദയത്തിന്റെ ആളലിനെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ഈ ഗസലുകളിൽ ഇങ്ങനെയുള്ള കുറേ സംഗതികൾ കടന്നു വരുന്നത്. ഇപ്പം ഒരു ഈരടി മറ്റൊരു ഈരടിയോട് ചേർന്ന് നിൽക്കേണ്ടത്, ആശയപരമായി ചേർന്ന് നിൽക്കേണ്ടത് ഒരു അനിവാര്യതയല്ല എന്നുള്ള സംഗതിയുണ്ട്. ഒരു കൃഷ്ണബിഹാരി നൂർ എന്ന് പറയുന്ന ഒരു കവിയുണ്ട്, ജിന്ദഗി സെ ബഡി സസാഹി നഹി ഒരു ക്യാ ജുർമ ഹെ പതാഹി നഹി എന്ന് പറയുന്ന ഒരു ഗസൽ അദ്ദേഹം എഴുതുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ഷെയറാണ് ജിന്ദഗി സെ ബഡി സസാഹി നഹി, ജീവിതത്തെക്കാൾ വലിയൊരു ശിക്ഷയേ ഇല്ല. ഒരു ക്യാ ജുർമ ഹെ പതാഹി നഹി, പക്ഷെ അത് ആ ശിക്ഷ അനുഭവിക്കാനുള്ള കുറ്റം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരറിവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതേ ഗസലിൽ അദ്ദേഹം എഴുതുന്ന മറ്റൊരു ഷെയർ എന്ന് പറഞ്ഞത് എന്തായിരുന്നു, സച്ച് ഘटे या बड़े तो सच ना रहे, झूठ का कोई इम्तिहान ही नहीं. ഈ സത്യം എന്ന് പറയുന്നത് ഒന്ന് ചെറുതായാലോ വലുതായാലോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സത്യമല്ലാതായി മാറുന്നു. പക്ഷേ നുണക്ക് അങ്ങനെ ഒരു പരിധിയില്ല. നുണ എവിടെ കിടന്നാലും നുണയായിരിക്കും. സത്യത്തിലേക്ക് അത് കടന്ന് ചെല്ലാത്തിടത്തോളം കാലം അത് നുണ തന്നെ ആയിരിക്കും എന്നുള്ളൊരു സംഗതി വളരെ തത്വചിന്താപരമായിട്ടുള്ളൊരു ഗസൽ. അപ്പൊ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ഈരടികളെ പോലും ഗസലുകളിൽ ചേർത്ത് വെക്കാൻ സാധിക്കും. ബന്ധമില്ലാത്ത ഈരടികളാണ് കൂടുതലും ചേർന്ന് കിടക്കുന്നത്, അതിന് ഒറ്റക്ക് നിലനിൽപ്പുണ്ട്. പക്ഷെ ഇതിനെ ചേർത്ത് വെക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റദീഫ് കാഫി പോലുള്ള പ്രയോഗങ്ങൾ, ആ ഒരു ഘടകങ്ങളാണ്. അത് ചേർത്തുകൊണ്ടാണ് ഇത്തരം ഗസലുകളെ എഴുതാറുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെയായിരിക്കും. ഒരു ഗസലാണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും വളരെ ലളിതമായ, വളരെ സിമ്പിളായിട്ട് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഇത് അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു സംസാരത്തിലേക്ക് എന്നെ ക്ഷണിച്ച ആയിഷ അവർക്ക് പ്രത്യേക ഒരു നന്ദി അറിയിക്കുകയാണ്. ഏറെ സന്തോഷം. ഓക്കെ സർ, താങ്ക് യു. കേൾക്കാലോ അല്ലേ? ഓക്കെ. പ്രിയപ്പെട്ട ഡിവിഷൻ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഗസൽ എന്നാൽ കേവലം കുറച്ച് വരികളുടെ ആലാപനമല്ല, അത് ആത്മാവിനോടുള്ള മന്ത്രിക്കലാണ് എന്ന് അടിവരയിടുന്ന മനോഹരമായൊരു പ്രഭാഷണത്തിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത്. ഉറുദുവിൽ പറയാറുള്ളത് പോലെ ഗസൽ റൂഹ് കി ആവാസ് ഹെ. ഗസൽ എന്നത് കേവലം ഈണങ്ങളല്ല, അത് ആത്മാവിൻ്റെ ശബ്ദമാണ് എന്നാണ്. ആ ശബ്ദത്തെ അതിൻ്റെ എല്ലാ വികാര വായ്പകളോടെയും നമ്മളിലേക്ക് പകർന്നു നൽകിയ നല്ല അനുഭൂതിയുടെ നിമിഷങ്ങളായിരുന്നു ഇന്നത്തെ ടോക്ക്. ഗസൽ വഴികളും ആഴങ്ങളും എന്ന പ്രമേയത്തിൽ ഗസലിൻ്റെ ചരിത്ര വഴികളിലൂടെയും അതിൻ്റെ ഭാവസാന്ദ്രമായ ആഴങ്ങളിലൂടെയും നമ്മെ കൈപിടിച്ച് നടത്തിയ പ്രിയപ്പെട്ട ഷബീർ രാരങ്ങോത്ത് അവർക്ക് ഡിവിഷൻ ടീമിനു വേണ്ടി സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഗസൽ എന്ന കാവ്യരൂപത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ തൊട്ടറിയാൻ സാധിച്ച നല്ലൊരു പ്രഭാതമായിരുന്നു ഇന്ന്. ഈരടികളായ ഷെയറുകളുടെ ഈണവും
ഇരുട്ട് നിർമ്മിതിയും അതിനു പിന്നിലെ കാവ്യകലയും എത്രത്തോളം ആഴമുള്ളതാണ് എന്ന് ഷബീർ സാറിന്റെ ഈ ടോക്കിലൂടെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. കാലത്തെ അതിജീവിച്ച പ്രശസ്ത ഗസൽ കവികളെയും അവരുടെ മാസ്മരിക വഴികളെയും ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണം നമ്മുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ മനോഹരമായ ഒരു കാവ്യാനുഭവം തന്നെയായിരുന്നു. സാറിന് പ്രത്യേകം നന്ദിയും സ്നേഹവും ഡിവിഷന്റെ പേരിൽ അറിയിക്കുകയാണ്. ഒപ്പം ഈ പ്രോഗ്രാമിനെ വൻ വിജയമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഡിവിഷന്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഡിവിഷന്റെ നായിക ന്യൂസിയ മാഡം, ടീം ഇൻചാർജിലിന്റെ കൂടെയുള്ള സീനത്ത് മുനീർ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.